ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയും രേവതിയും കൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരത ചെയ്യുകയാണ്. നവ്യ അവിടെ പ്രഗ്നൻ്റ് ആണെന്ന് പോലും ചിന്തിക്കാതെ. എന്തായാലും അവളുണ്ടാക്കി പായസം അടിപൊളിയാമ്മേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം, അതിനുശേഷം ബാക്കിയുള്ളവർക്ക് കുടിക്കാനുള്ളതിൽ നമുക്ക് ഈ പൊടി കലക്കാം എന്നും. ശരി മോളെ, എന്നാൽ പിന്നെ ബൗളെടുക്ക്. അത് കേട്ടതും അനാമിക ബൗളെടുക്കുക. ബൗളെടുത്തതും അവർക്കുള്ള പായസം മാറ്റി അതിനുശേഷം പൊടി മുഴുവനും അതിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ പൊടി അതിലിട്ട് നന്നായിട്ട് കലക്കി. ഇന്നത്തെ ദിവസം ഇവിടെ ഈ പായസം കുടിച്ച് എല്ലാവരും പരക്കമാഞ്ഞോടണം. അനിയുടെ മുത്തശ്ശനടക്കം എല്ലാവരും. എനിക്കത് കണ്ട് ആസ്വദിക്കണം അമ്മേ. ഈ വീട്ടിൽ ആകപ്പാടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അനിയുടെ വലിയമ്മ മാത്രമാണ്. ആ വലിയമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല. പക്ഷെ ബാക്കി എല്ലാവരും ഈ പായസം കുടിച്ച് പരക്കമാഞ്ഞോടണം. അത് കേട്ടതും നമ്മുടെ ഇതാകെ ദേഷ്യ സന്തോഷത്തോടെ ചിരിക്കുക. അതേ മോളെ, ഞാനും ആഗ്രഹിച്ചത് അത് തന്നെയാണ്. എല്ലാം കൊണ്ടും അനാമിക മോളുടെ ബുദ്ധി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ബുദ്ധിയല്ല, അമ്മയുടെ ബുദ്ധിയാണ്. അത് കേട്ടതും ഞാനെന്ത് പറഞ്ഞു, അച്ഛനെ വിളിച്ച് സഹായം ചോദിച്ചു. അച്ഛൻ്റെ ബുദ്ധിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ അനാമികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ കലക്കിയിട്ട് വാമേ നമുക്ക് വെളിയിൽ പോയി നിൽക്കാം, ചിലപ്പോൾ പായസം എടുക്കാനായിട്ട് അവൾ വന്നാലോ. അത് ശരിയാ, എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് മാറുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയനയാണെങ്കിൽ അടുക്കളയിലേക്ക് വരിക. ഇത്തിരി പായസം ചേച്ചി കൊണ്ടുപോയി കൊടുക്കാം, വയറ്റിലൊരു കുഞ്ഞാവയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നയന ഒരു 2 കപ്പ് എടുത്തിട്ട് 2 കപ്പിലും പായസം എടുക്കുകയാണ്. പായസം എടുത്തതിന് ശേഷം നയന ആലോചിക്കുക, പായസം കൊണ്ട് ചേച്ചിക്ക് കൊടുത്താൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടവും ചേച്ചിക്ക് ഭയങ്കര സന്തോഷവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ആ പായസം കൊണ്ട് അങ്ങ് പോയി. ഈ സമയം അനാമിക എല്ലാം ഒളിഞ്ഞൊന്ന് നോക്കുക. നീ പായസം എടുത്തല്ലേടി, ചെല്ല് പെട്ടെന്ന് പായസം കൊണ്ട് ചെല്ല്. എനിക്കെന്തായാലും നിങ്ങൾ രണ്ടുപേരും പായസം കുടിച്ച് വയറ്റിളക്കം പിടിച്ച് നിൽക്കാതെ ഓടുന്നത് കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമികയും പതുക്കെ ഇങ്ങനെ നിൽക്കുക. നയന പോകുന്നത് വരെ കാത്ത് നയന പായസം കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞതും അനാമിക നേരെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ, ആ നയന ഇപ്പം അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 2 കപ്പിൽ പായസമായിട്ടാണ് അവൾ മുകളിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നേ പായസം മുഴുവനും അവൾ 2 പേരും കൂടെ കുടിക്കും, എന്നിട്ട് 2ഉം കൂടെ നെട്ടോട്ടോടും. അച്ഛൻ മേടിച്ചെന്ന മരുന്ന് നല്ലതാണല്ലോ അല്ലേ എൻ്റെ മോളെ, അത് പിന്നെ പറയാനുണ്ടോ? ഞാൻ മേടിച്ചെന്ന മരുന്നേ ഒരു 1.5 മരുന്നാണ്. ആ മരുന്ന് വയറ്റിലേക്ക് ചെന്ന് 1 സെക്കൻഡ് മതി വയറിൻ്റെ കാര്യം കഴിയാൻ. എന്തായാലും അതോടുകൂടെ എല്ലാം തീരും. അയ്യോ, അവൾ പ്രഗ്നൻ്റ് ആണല്ലോ അച്ഛാ. നിന്നേക്കാളും മുമ്പ് വേറെ ആരും ഇവിടെ പ്രഗ്നൻ്റ് ആവാൻ പാടില്ല. അത് കേട്ടതും അത് പിന്നെ അച്ഛാ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. സ്വത്തുക്കൾ തരാമെന്ന് പറഞ്ഞിട്ട് ആ പരട്ടക്കിളവൻ നമ്മളെ പറ്റിച്ചില്ലേ മോളെ, അപ്പം അയാൾക്കിട്ടും കൊടുക്കണ ഒരു പണി. അയാളും കുടിക്കട്ടെ. ഇനിയിപ്പോൾ അനിയുമായിട്ട് നീ ഒന്നിച്ചില്ലെങ്കിലും നിനക്കുണ്ടാവാത്ത ഭാഗ്യം മറ്റാർക്കും ഇവിടെ വേണ്ട. അതുകൊണ്ട് നവ്യയുടെ വയറ്റിലെ കുഞ്ഞ് പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. ആ കുഞ്ഞ് പോയാലും അതിന് കുറ്റം നയനയ്ക്ക് കിട്ടും. അത് ശരിയാ. അതുകൊണ്ട് എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. എന്നാലേ ഞാനൊന്ന് അവളുടെ മുറി ചെന്ന് നോക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അനാമിക പോയി കഴിയുമ്പം വേണുവും രേവതിയും കൂടി ചേർന്ന് അനന്തപുരിക്കാരെ നമ്മളിട്ട് വട്ടം കറക്കും. അതിനുശേഷം അവരുടെ എല്ലാ കാര്യത്തിലും നമ്മളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും, അവരെ നമ്മൾ സഹായിക്കും. അങ്ങനെ അവരുടെ മനസ്സിൽ നമ്മൾ ഇടം നേടും. അങ്ങനെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തും അനന്തപുരിക്കാർ തരും. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് രേവതി. എന്തായാലും നമ്മുടെ മോൾ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതുകൊണ്ട്, അവൾക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള മനസ്സ് ഉണ്ടായതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമാണ്. അവൾ ഈ വീട്ടിലെ പയ്യനെ സ്നേഹിച്ചത് നമ്മുടെ ഭാഗ്യ രേവതി, നമ്മുടെ ഭാഗ്യം എന്നൊക്കെ പറയണം. അത് കേട്ടതും അതെ, അത് ശരിയാ. എന്തായാലും എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. അനന്തപുരിയിൽ മോള് കല്യാണം കഴിച്ച് വന്നുകൊണ്ട് ഇനി നമുക്ക് രാജയോഗ സുഖജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം നവ്യ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം നയന, ചേച്ചി ഇതാ പായസം. പായസം നീ ഉണ്ടാക്കിയതാണോ നയനെ? അതെ ചേച്ചി, പാൽപ്പായസമാണ്. ചേച്ചി ഇന്നിവിടെ എല്ലാവരും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അത് കേട്ടതും ഞാനൊരു പായസം കുടിക്കാൻ കൊതിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് നീ പായസം കൊണ്ട് വന്നത് താത്താ എന്നും പറഞ്ഞ് ആ പായസം മേടിക്കുക. എന്നിട്ട് പായസം മേടിച്ചിട്ട്, അല്ല എല്ലാവരും മാലയിടാൻ പോയോ? പോയി ചേച്ചി. ആദർശേട്ടനും പോയോ? ആദർശേട്ടനും പോയി. എന്നാലും
അഭിമാന ചവിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദർശേട്ടൻ്റെ കാര്യത്തിൽ കുറച്ച് കടുത്ത തീരുമാനമായിപ്പോയി. 41 ദിവസം നോൻപിടുന്ന് ആ മലയ്ക്ക് പോകണമെന്നൊക്കെ പറയുന്നത് ശരിയാണോ നയനെ? ഇതൊക്കെ ഒരു ട്രാപ്പായിട്ടല്ലേ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ അമ്മായി അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. സാരമില്ല ചേച്ചി, ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം ഭഗവാന്റെ പേര് പറഞ്ഞവർ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തരും. അതിലെനിക്ക് 100% വിശ്വാസമുണ്ട്. ആണ്, സത്യമാണ്. പക്ഷേ എന്നാലും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ. എൻ്റെ അമ്മായിയമ്മയായിരിക്കും നിൻ്റെ അമ്മായിയമ്മയുടെ മനസ്സിൽ വിഷം നിറച്ച് വെച്ചത്. അവരെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് നയനെ. നമ്മളെല്ലാവരെയും ഇങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നത്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മാറി നിൽക്കുന്നത് ശരിയല്ല. എല്ലാത്തിനും നമ്മൾ നേരെ നോക്കി സംസാരിക്കണം. ഇപ്പം തന്നെ ആദർശനോട് മാല ഇടാൻ പറഞ്ഞപ്പോൾ നല്ല മറുപടി കൊടുത്ത് പറ്റില്ല, ഞങ്ങൾ പോയി വന്നിട്ട് ഇട്ടിട്ട് തനിയെ പോയിക്കോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ അഹങ്കാരം ഇതൊരു പക്ഷേ നയനെ നീ സമ്മതിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരമില്ല ചേച്ചി, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവരുടെ മകനല്ലേ. അപ്പം പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം അവരുടെ മകനാണെങ്കിലും നിൻ്റെ ഭർത്താവ് നിന്നേക്കാളും അവകാശമൊന്നും അവർക്കില്ല. അപ്പം പിന്നെ നിനക്ക് ആവശ്യം എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ആദർശനോട് പറയാം. അബി എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെയുണ്ട്. അവൻ മല ചവിട്ടി അവിടെ വെച്ച് അവനൊരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അവൻ്റെ മനസ്സ് മാറി നല്ലവനായിട്ട് അവൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ജീവിതം സ്വർഗമായിരുന്നു. പക്ഷേ ഇപ്പോഴും നരകതുല്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പായസം കുടിക്കാതിരിക്കുക. ഈ സമയം മുത്തശ്ശിയെയും കാണിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ നയനമോള് പായസം ഉണ്ടാക്കാൻ തോന്നുന്നു, അതിൻ്റെ മണം ഇവിടം വരെ വരുന്നല്ലോ വസുന്ധരെ. അത് ശരിയാ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാ. പായസത്തിൻ്റെ മണം കൊണ്ട് ഞാനും കുറേ നേരമായി നോക്കുന്നു. മോള് പായസം കൊണ്ട് വരുമായിരിക്കും അല്ലേ എന്നൊക്കെ പറയണം. അതെ, ചിലപ്പോൾ എല്ലാവരും മാലയിടാൻ പോയിരിക്കല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേകതരം രുചിയാണ്. നയനമോൾ എന്തുണ്ടാക്കിയാലും അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എല്ലാം കൊണ്ടും നമ്മൾ ഭാഗ്യം ചെയ്തവരാ അല്ലേ വസുന്ധര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അനാമിക, ഇവളെന്താ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഇവളെന്താ പായസം കുടിക്കാത്തത്, എത്രയും പെട്ടെന്ന് കുടിക്കടി, എന്നിട്ട് വേണം ചേച്ചി അനിയത്തിയും കൂടെ ഒരുമിച്ച് കക്കൂസിലേക്ക് ഓടുന്നത് എനിക്ക് കാണാൻ, എടി കുടിക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഈ സമയം പായസത്തിൻ്റെ മണം എന്നെ ഈ പായസത്തിലേക്ക് അടുപ്പിക്കുന്നു നയനെ, ഞാനൊന്ന് കുടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പായസം എടുത്ത് വായിലേക്ക് വയ്ക്കുക. അത് കണ്ടതും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി. കുടിക്ക് മൊത്തം കുടിക്ക്, എന്നിട്ട് നീ ഇവിടെ കിടന്ന് നെട്ടോട്ടോടുന്നത് എനിക്ക് കാണണോടി. നീയും നിൻ്റെ അനിയത്തിയും കൂടെ ചേർന്ന് എന്നെ അത്രയ്ക്ക് വേദനിപ്പിക്കുന്നുണ്ട്, അതെല്ലാം എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം നയന, എങ്ങനെയുണ്ട് ചേച്ചി പായസം? സൂപ്പറായിട്ടുണ്ട്, അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ. എന്തൊരു രുചിയാണ് നയനെ, നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചത്? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, അമ്മ ഉണ്ടാക്കുമ്പോൾ നോക്കി നിൽക്കും, അമ്മയുടെ കയ്യിൽ നിന്നും ഇതൊക്കെ പഠിച്ചത്. എന്നാലും ഞാനും ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കായിരുന്നു അല്ലേ നയനെ? ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ഉണ്ടാക്കി തരില്ലേ? എന്നാലും എപ്പോഴും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഒരു അമ്മയാകാൻ പോകുക. ഈ സമയത്ത് നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ എങ്ങനെ ശരിയാവും? എന്താ ചേച്ചി ഇത്? എനിക്കിതൊരു ബുദ്ധിമുട്ടാണോ? ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടപ്പുറപ്പായ ചേച്ചിയുടെ കാര്യം നോക്കുന്നതിൽ എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചേച്ചിയെ ഞാൻ പൊന്നു പോലെ നോക്കും. ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. സത്യം പറയാലോ മോളെ, നിൻ്റെ ഈ സ്നേഹം ഞാനാ തിരിച്ചറിയാതെ പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് രേവതിയെ വേണുവിനെയും കാണിക്കുക. അപ്പോൾ അനാമിക, അമ്മേ അവൾ പായസം മുഴുവനും കുടിച്ചമ്മേ. നവ്യ ആണോ മോളെ? എന്നാൽ നമ്മൾ കാത്തിരുന്ന ആ കഥയിലേക്ക് എത്താൻ പോവുക. ഇനി ആരൊക്കെ പായസം ചോദിക്കുമോ എന്തോ. അപ്പോഴേക്കും ദേവയാനിയും ജലജയും ഒക്കെ സംസാരിക്കുക. പായസത്തിൻ്റെ മണം മൂക്കിന് തുളഞ്ഞു കയറുക എന്നും പറഞ്ഞുകൊണ്ട്. എന്നാലും അവളുടെ പായസമൊക്കെ നല്ലതാ, അവളുണ്ടാക്കുന്ന ഭക്ഷണവും നല്ലതാ. അവളെ കുറ്റം പറഞ്ഞാലും അവളുടെ ഭക്ഷണത്തിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നും ദേവയാനി. അത് കേട്ടതും കുറ്റം പറയാൻ പറ്റിയില്ലെങ്കിലും അത് കഴിക്കാൻ തോന്നുന്നില്ല ഏട്ടത്തി. അവളുണ്ടാക്കിയതൊന്നും കഴിക്കരുത്, അതൊന്നും അനാമിക മോൾക്ക് ഇഷ്ടമല്ല. അത് ശരിയാ, മോൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളും കുടിക്കുന്നില്ല. അപ്പോഴേക്കും നയന വരിക. അമ്മയ്ക്ക് പായസം വേണോ? എനിക്കെങ്ങും വേണ്ട നിൻ്റെ പായസം. അത് കേട്ടതും നയനയ്ക്കാകെ സങ്കടമായി. ഈ സമയം ജലജ, നീ തന്നെ കുടിക്ക്, നീയല്ലേ ഉണ്ടാക്കിയത്, നീയും നിൻ്റെ ചേച്ചിയും കൂടി ഇരുന്ന് കുടിക്ക്. അത് കേട്ടതും, അതെ ഞങ്ങൾ പായസം കാണാത്ത വീട്ടിൽ നിന്ന് വന്നൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ തിന്നാനുണ്ടാക്കാറുണ്ട്, എന്നും
പൈസ ഇല്ലെങ്കിലും തീറ്റയ്ക്ക് ഒരു കുറവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ. എന്തു ചോദിച്ചാലും അപ്പോൾ സാധിച്ചു തരും. ഈ വീട്ടിലെ പോലെ സ്ട്രിക്റ്റ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇറങ്ങി വരികയാണ്. അതൊക്കെ കണ്ടതും അനാമിക അഹങ്കരിക്കടി അഹങ്കരിക്ക്, നീ കുറച്ച് നേരം അഹങ്കരിക്കൂ, അത് കഴിയുമ്പോൾ നിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് അവസാനിക്കും. നീ കക്കൂസയിലേക്ക് ഓടുന്നത് കാണുമ്പോൾ എല്ലാവരും നിന്നെ നോക്കി ചിരിക്കും. എല്ലാവരുടെ മുഖത്ത് നോക്കി നീ ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലേ, അതിനൊക്കെയുള്ള തിരിച്ചടിയാടി നിനക്ക് കിട്ടിയ ഈ പണി. എന്തായാലും ആ മരുന്ന് കലക്കിയത് നിനക്കും നിൻ്റെ അനിയത്തിക്കും വേണ്ടിയാ. പക്ഷേ പെട്ടെന്ന് തന്നെ നീ അത് കുടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും എനിക്ക് സന്തോഷമായി. നീ എന്തായാലും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴേക്കും ജലജ അതെ, ഇവിടെ പായസം ഉണ്ടാക്കും, ചിലപ്പോൾ പലതും ഉണ്ടാക്കും, അതൊക്കെ ഞങ്ങളെങ്ങനെ വിശ്വസിച്ച് കഴിക്കും? എന്തെങ്കിലും കലക്കിയിട്ടില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറയാം. അങ്ങനെ കലക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല, അതൊക്കെ ഉള്ളത് നിങ്ങൾക്ക്. ശത്രുക്കളാണെങ്കിൽ പോലും അവർ വീട്ടിൽ വന്നാൽ ഞങ്ങളവരെ സൽക്കരിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും അനാമിക അതെ, ഇവളൊന്നും ഉണ്ടാക്കുന്നത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലമ്മേ, എനിക്ക് പേടിയാ. കാരണം അന്ന് മുല്ലപ്പൂവിൽ നായ്ക്കരണപ്പൊടി ഇട്ട് തന്നതാ, ഇന്ന് പായസത്തിൽ അത് ഇടില്ല എന്ന് ആര് കണ്ടു? അന്ന് തലയിൽ വെച്ചതുകൊണ്ട് മേലാസകലം ചൊറിഞ്ഞു നടത്തു. ഇന്ന് പായസത്തിൽ അത് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വയറും പിന്നെ തൊണ്ടയും ഒക്കെ ചൊറിയും. അതുകൊണ്ട് അതൊന്നും കുടിക്കാൻ പാടില്ല. അത് കേട്ടതും നിൻ്റെ സ്വഭാവമല്ല എനിക്ക്. ഒരിക്കലും ഞാനങ്ങനെയൊന്നും ചെയ്യില്ല, ചെയ്തിട്ടുമില്ല ഇതുവരെ. ഈ വീട്ടിൽ ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാൽ പോലും ഞാൻ അവരെ ഒന്നും ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുക. നീ എന്തിനാണ് എന്നെ സങ്കടപ്പെടുന്നത്? ആവശ്യമുള്ളവർ കുടിക്കട്ടെ, ഇവർക്കൊന്നും വേണ്ടെങ്കിലും നീ ഉണ്ടാക്കിയ പായസം എല്ലാവർക്കും വേണം. ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും വലിയച്ഛനും ഇളയച്ഛനും ഒക്കെ കുടിക്കും. നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറയണം. അത് കേട്ടതും എല്ലാവരും ദേഷ്യപ്പെട്ട് ഇങ്ങനെ പരസ്പരം നോക്കണം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. നവ്യയ്ക്ക് എന്ത് സംഭവിക്കും? അങ്ങനെ നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനാമികയ്ക്ക് ഇനി തിരിച്ചടിയുടെ നാളുകളാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.